എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചികരമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് 2 ആഴ്ച വെളിയിലിരുന്നാലും അഴുക്കാകാത്ത ഒരു ഉണ്ണിയപ്പമാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഉൾവശം ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ല ഒരു സ്നാക്സ് ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി 2-3 പൂള് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇതേപോലെ വയ്ക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാമേ. ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിന് ആവശ്യമുള്ള നെയ്യ് ഇതിൽ തന്നെ ഒഴിച്ച് നമുക്കങ്ങ് വറുത്തെടുക്കാമേ. ഉണ്ണിയപ്പത്തിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല രുചികരമായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിത് വറുത്തെടുക്കണം. ഈ പരുവാകുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമാണെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അതും പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാമേ. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് ശർക്കരയും കൂടെ ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉരുക്കി നന്നായിട്ട് ഒരു 2-3 മിനിറ്റോളം തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് അവിടെ വയ്ക്കാമേ. ഈ സമയത്ത് നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ റവ, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 2 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 80% ചൂടോടുകൂടി തന്നെ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ മധുരം എത്ര ആവശ്യമാണോ അത്രയും വെള്ളമേ ഒഴിക്കാവേ. പിന്നെ നമുക്ക് ലൂസാക്കണമെങ്കിൽ അതിനകത്തിലേക്ക് വെള്ളം ചേർത്ത് നമുക്ക് ലൂസാക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും മധുരത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഈ റെസിപ്പികളൊക്കെ കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ഒന്ന് അറിയിച്ചാൽ വളരെ നന്നായിരിക്കും. ഇത് ഞാൻ പഴം ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ മൈദയും ഗോതമ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യുമേ. റവ ചേർക്കുന്നതുകൊണ്ട് നന്നായിട്ടത് മുരിഞ്ഞും കിട്ടും പുറം ഭാഗമൊക്കെ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം അവരവരുടെ വീടുകളിലേക്ക് എത്രയും മധുരം ആവശ്യമാണോ അത്രയും ശർക്കരപ്പാനി മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ശർക്കര ചേർക്കുന്ന എല്ലാ റെസിപ്പികളിലും നമ്മൾ പഞ്ചസാരയും കൂടി കുറച്ച് ചേർക്കണേ. അപ്പോൾ അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാമേ. ഇനി അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ശരിയായി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്തും ജീരകവും എള്ളും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ എല്ലായിടത്തും എത്തുന്നത് പോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമേ. അല്ലെങ്കിൽ അപ്പോൾ തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് തയ്യാറാക്കിയെടുത്തത്. ഇത് ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ കുഴികളിലെല്ലാം പകുതി എണ്ണ വീതമേ ഒഴിച്ചു കൊടുക്കാവൂ. അതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നതും പകുതി വീതമേ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ അത് കിളന്ന് വരുന്ന ഉടനെ കൃത്യമായിട്ടിരിക്കും. മാവ് ഇളക്കി വെച്ച സമയത്ത് ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാൻ മറന്നുപോയി. ഈ കൺസിസ്റ്റൻസി വേണം മാവ് നമുക്ക് കിട്ടാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവേ. സൺഫ്ലവർ ഓയിലോ അല്ലെ വെളിച്ചെണ്ണയോ എന്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലിടണം. അതിന് ശേഷം മീഡിയത്തിലിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഉൾവശം ഒട്ടും വേകാതെ പുറവശം എല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമ്മുടെ തയ്യാറായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കായത് കേട്ടോ. നല്ല രുചികരമായിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. പഴം ചേർത്തില്ലെങ്കിലും ആ ട്രഡീഷണൽ ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റോടുകൂടി നമുക്കിത് കിട്ടുന്നതായിരിക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം, വെളിവശമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.